നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട. കളി മാറി മറിയാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റും. നിന്നെ കൊണ്ടിങ്ങനെ തള്ളി മറിക്കാൻ മാത്രമേ പറ്റൂ. ഇത്രയും കാലം കൊണ്ട് പ്ലാൻ ചെയ്തതെല്ലാം തകർന്ന് തരിപ്പണമായതല്ലേ? നല്ല ക്ഷീണം കാണും. കുഞ്ഞാറ്റെ, ഇവക്ക് കുറച്ച് കഞ്ഞി എടുത്തു കൊടുക്ക്. മഞ്ജു ഏലസും വ്രതത്തെക്കുറിച്ചൊക്കെയുള്ള സത്യം അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനമായി. മഹിമ അത് കൃത്യമായിട്ട് കുഞ്ഞാറ്റയുടെ തലയിൽ ഇട്ടു കൊടുത്തു. അതുകൊണ്ട് മഞ്ജുവിന് സംശയമൊന്നും ഉണ്ടായില്ല. കാളീശ്വരി വന്ന് ഏലസൂരി മാറ്റാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പ്രശ്നമൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അപ്പം മഞ്ജുവിന്റെ മുഖത്തെ ആശ്വാസം ഒന്ന് കാണണമായിരുന്നു. ഒരു വലിയൊരു ഭാര്യ ഇറക്കി വെച്ചതുപോലെ ഉണ്ടായിരുന്നു. അമ്മയും കുഞ്ഞാറ്റയൊന്നും സ്വപ്നത്തിൽ പോലും കാളീശ്വരി പ്ലേറ്റ് മാറ്റുമെന്ന് കരുതി കാണൂല അല്ലേ? അതെ, അവരൊക്കെ ഞെട്ടി നിൽക്കായിരുന്നു. എന്നാ കാളീശ്വരി എല്ലാവരുടെ മുന്നിൽ വെച്ച് കുറ്റം പറയാനും പറ്റില്ല. കാരണം പൂജയുടെ ലക്ഷ്യം ഞങ്ങളുടെ ബന്ധം കൂടുതൽ നന്നാക്കാൻ വേണ്ടിയാണെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റി പറയാൻ പറ്റൂ? എന്റെ ദൈവമേ, ഇത്രയും കാലം ആ പാവം മഞ്ജുവിനെ എല്ലാരും കൂടി പറ്റിക്കായിരുന്നില്ലേ? അതിന്റെ ശിക്ഷ അമ്മയ്ക്കും സ്വപ്നയ്ക്കും വഴിപാടിന്റെ രൂപത്തില് മഹിമ കൊടുത്തല്ലോ. പിന്നെ കുഞ്ഞാറ്റൊക്കെ ഉള്ളത് അത് രാത്രി മഞ്ജുവിന്റെ കിട്ടി. ആ, നല്ല അസൽ ഇരുട്ടനി. വീടിന്റെ കറണ്ട് കട്ട് ചെയ്ത് വീട്ടിലിട്ട് തന്നെ തലങ്ങും വിലങ്ങും അടിച്ചു. കുഞ്ഞാറ്റ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതോ കള്ളന്മാര് വീട്ടിൽ കയറി അടിച്ചു. എന്റെ ഈശ്വര, എന്നാലും മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പോലീസുകാരിയല്ലേ? അതിന്റെ ഗുണം അവള് കാണിക്കാതിരിക്കോ? ആ വീട്ടിലെ തല്ല് വാങ്ങാൻ ആർക്കെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞാറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അവരുടെ സംസാരം കേട്ടാലേ കൈ ഇല്ലാത്തവൻ വരെ കൈ കെട്ടിവെച്ചടിക്കും. ഞാനും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഞെട്ടണ്ട, സത്യം ഞാൻ പറഞ്ഞ. അതൊക്കെ പോട്ടെ, നീ ഇനി അമ്മയോ ബാക്കിയുള്ളവരോ പറയുന്നത് കേട്ട് മഞ്ജുവായിട്ട് എന്തെങ്കിലും വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും പോകരുത്. നിങ്ങളുടെ ഭാവി നിന്റെ കയ്യില. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവർ ഇടപെടാൻ സമ്മതിക്കരുത്. ആ പാഠം വൈകിയാണെങ്കിലും ഞാൻ പഠിച്ചേ. ഇനി എനിക്ക് മനസമാധാനമായിട്ട് മഞ്ജുവിനോട് ജീവിച്ചാ മതി. അതാണ്. എന്റെ ഫോണാണല്ലോ അത്. ഞാനിപ്പോ വരാവേ. അതെ, വ്രതമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നൊരു ആഘോഷമായിരിക്കും അല്ലേ? എന്താഘോഷം? ഓ, പിന്നെ ഒന്നും അറിയാത്ത പോലെ. ഒന്ന് പോടാ. ഓ, പിന്നെ കലിപ്പന് നാണം വന്ന് നോക്കട്ടെ. ആ മകം ഒന്ന് കാണിക്കടാ. ഒരിക്കലും കാണാൻ പറ്റാത്തൊരു സംഭവം ഈ മുഖം. ഞാൻ വീഡിയോ എടുക്കട്ടാ. ഒന്ന് പോടാ. നടക്കട്ടെ നടക്കട്ടെ. എന്തൊക്കെയായിരുന്നു കാളിയുടെ അവതാരം! മഹാമന്ത്രവാദിനി. ബിൽഡപ്പിന് ഒരു കുറവുമില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ പവനായി ശവമായി എന്ന് പറയുന്ന പോലെയായി. ഇങ്ങനൊരു തോൽവിയാണല്ലോ കുഞ്ഞാറ്റ കൊണ്ടുവന്നത്. കാളീശ്വര്യം ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ്. ഇത്തവണ എന്ത് പറ്റിയെന്നറിയില്ല. അല്ല, നിന്നോട് കാളീശ്വരിയമ്മ എന്താ പറഞ്ഞത്? ഗിരിയെ മഞ്ജുവിനെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല എന്ന്. അവരുടെ ബന്ധം തുടരണമെന്ന് ദൈവനിശ്ചയാണെന്നും പറഞ്ഞു. അവര് പറഞ്ഞത് ശരിയായിരിക്കുമോ? നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവരെ പിരിക്കാൻ സാധിച്ചോ? ഇത് തന്നെയാണ് ദൈവനിശ്ചയെങ്കിലോ? ഏട്ടൻ അച്ഛന്റെ കൊലപാതകിയുടെ മകളുടെ കൂടെ ജീവിക്കണമെന്നാണോ ദൈവനിശ്ചയം? ദൈവം അങ്ങനെ നിശ്ചയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിരിക്കാൻ പറ്റില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് പോവാനാണോ അവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എണ്ണി വാങ്ങിയത്? കാര്യം നടക്കാത്ത സ്ഥിതിക്ക് അവര് വാങ്ങിയ കാശ് തിരിച്ചു തരുമോ? എവിടെ? ഇങ്ങനെയുള്ള ഫ്രോഡുകളുമായിട്ട് ഇടപെടാൻ നിൽക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഭാനുമ്മേ, സത്യം പറ കുഞ്ഞാറ്റെ, അവര് കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും കമ്മീഷൻ തന്നോ? അയ്യോ മോളെ, അല്ല, ഈ കാളീശ്വരി ഇത്രയും ബിൽഡപ്പായി കൊണ്ടുവന്നത് കുഞ്ഞാറ്റല്ലേ? അയ്യോ എന്റെ അമ്മ സത്യം, എനിക്ക് അവരോട്ട് ഒരു ഇടപാടും ഇല്ല. ഭാനുമ്മേ, ഭാനുമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇനി നിങ്ങൾക്ക് വേണ്ടി ഐഡിയ തരുന്ന പരിപാടി ഞാൻ ഇതോടെ അങ്ങ് നിർത്തി. അതാ നല്ലത്. കുഞ്ഞാറ്റയുടെ ഐഡിയകളൊന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. അല്ല മോളെ, ഗിരി കാളീശ്വരമ്മയുടെ അടുത്ത് കുറെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇനി അവരെങ്ങാനും പൂജയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് അവനോട് പറഞ്ഞു കാണൂ. അയ്യോ ഈശ്വര, അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അയ്യോ, ഗിരിയേട്ടനൊന്നും അറിഞ്ഞു കാണില്ല. ഇല്ലെങ്കിൽ കുഞ്ഞാറ്റ പറഞ്ഞ പോലെ ഏട്ടനൊരു സീൻ ഉണ്ടാക്കിയാനെ. സ്വന്തം കുടുംബം ചതച്ചെന്നറിഞ്ഞ ഗിരിയേട്ടന് ഇത്രയും ശാന്തമായിട്ട് പെരുമാറാൻ കഴിയോ? പൊട്ടിത്തെറിക്കില്ലേ? ഇത്രയും കാലം നമ്മൾ പൂജയുടെ ഏലസിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് ഗിരിയെ മഞ്ജുവിനെ അകറ്റി നിർത്താൻ പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ഒരുമിക്കുന്നതിൽ നിന്ന് തടയാൻ ഒന്നുമില്ല. അമ്മ പൂജ നടത്താനായി നന്മമരം ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പെട്ടെന്ന് നടക്കാൻ നിന്ന ഗിരിയേട്ടന് സംശയം തോന്നും. ശബരിമല സീസൺ തുടങ്ങിയില്ലേ? ആ തുടങ്ങി. അപ്പൊ വഴി കിട്ടി. ഏട്ടന് നമ്മള് ശബരിമലയിലേക്ക് വിടുന്നു. എന്തായാലും ഏട്ടന് അച്ഛന്റെ ഓർമ്മയ്ക്ക് എല്ലാ കൊല്ലം പോവാറുള്ളതല്ലേ? അത് നല്ല ഐഡിയ. ഓ, ഞാനത് മറന്നുപോയി. പണ്ട് ശങ്കരേട്ടന്റെ കൂടെ മലയ്ക്ക് പോയിട്ടുണ്ടവൻ. അവൻ ശങ്കരേട്ടന്റെ കൂടെ ചെലവഴിച്ച ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അത്. അവൻ ഒരു കാരണവശാലും പോവാതിരിക്കില്ല. ആഹാ, എന്തായാലും നല്ല ടൈമിംഗ് ആയി. ഏട്ടൻ വന്ന കൈയോടെ ഈ കാര്യം പറഞ്ഞ് എത്രയും പെട്ടെന്ന് മാലയിടിയിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. ഈ കാര്യത്തിൽ നിന്ന് അവൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഗിരിയേട്ടാ, ആ, ഡ്യൂട്ടി കഴിഞ്ഞോ? ആ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ആ, അത് നന്നായി. അതെന്താ? അല്ല, ഈ വ്രതമൊക്കെ കഴിഞ്ഞല്ലോ. അതിനൊന്നുമില്ലേ? നീ ഇപ്പൊ എവിടെ എത്തിയെന്ന് പറ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. അയ്യോ ഗിരിയേട്ടാ, ഞാൻ വീടെത്തി. ആഹാ, വീട്ടിലെത്തിയോ? ഞാനും ഇപ്പൊ എത്തും. ആ, പിന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ വീട്ടിൽ വെച്ച് കാണാം. ബൈ. തന്നൊരു കുടയില്ല നിന്നിലെന്നാനോ വെണ്ണാത്മാവിനുള്ളിൽ തേങ്ങി വീണ്ടും നാളുകൾ തേടുന്നു ഞാൻ. ഇന്നലെയും എന്നഴകെ
എവിടെ നിന്നതു നീ കാണാതെ